നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ ആദ്യപാദ മത്സരങ്ങൾ കഴിഞ്ഞല്ലോ. ഇനി രണ്ടാം പാദത്തിനായിട്ടുള്ള കാത്തിരിപ്പാണ്. ഇപ്പോഴേ ഏതാണ്ട് ടീമുകൾ സെമി ഫൈനലിലേക്ക് ഒരു കാല് വെച്ച മട്ടിലൊക്കെ ഉണ്ട്. എന്നാൽ വളരെ ക്ലോസ് കണ്ടസ്റ്റ് നടന്ന മത്സരങ്ങളുമുണ്ട്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഇത്തവണത്തെ കിരീട സാധ്യത കൂടുതൽ ആർക്കാണ്? നമ്മളൊരു പവർ റാങ്കിങ് അവതരിപ്പിക്കുകയാണ്. അതിന് മുന്നോടിയായിട്ട് ഇപ്പോൾ ക്വാർട്ടർ ഫൈനലിൽ എന്ത് സംഭവിച്ചു ആദ്യ പാദത്തിൽ നോക്കാം. ബയൺ വേഴ്സസ് ഇന്റർ മിലാൻ മത്സരം 2-1 ഇന്റർ മിലാൻ വിജയിച്ചു. രണ്ടാം പാദം ബയണിൻ്റെ മൈതാനത്തല്ല, ഇന്റർ മിലാൻ്റെ മൈതാനത്താണ് എന്നുള്ളത് ഇന്ററിന് ആശ്വാസകരമാണ്. അതാണ് അവിടെ സംഭവിച്ചതെങ്കിൽ ആഴ്സണൽ റയൽ മാഡ്രിഡിനെ ആഴ്സണലിൻ്റെ മൈതാനത്ത് വെച്ച് ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് തോൽപ്പിച്ചിട്ടുണ്ട്. ഇനി രണ്ടാം പാദത്തിൽ ബെർണബൂവിൽ വെച്ച് ഈ വലിയ കടം വീട്ടി ജയിച്ച് കയറാൻ റയൽ മാഡ്രിഡിനാവുമോ എന്നതൊരു ബിഗ് ക്വസ്റ്റ്യനാണ്. ബാഴ്സ വേഴ്സസ് ഡോർട്ട്മുണ്ട് മത്സരം 4-0 ബാഴ്സ വിജയിച്ചു. ഏതാണ്ട് സെമി ഫൈനൽ ഒരു കാലെടുത്ത് വെച്ച മട്ടാണ്. രണ്ടാം പാദം സിഗ്നൽ ഇതുന പാർക്കിലാണ്. PSG വേഴ്സസ് ആസ്റ്റൺ വില്ല മത്സരം 3-1 പാർക്ക് ഡെസ് പ്രിൻസസിൽ PSG വിജയിച്ചു. രണ്ടാം പാദത്തിൽ വില്ല പാർക്കിൽ പോയി PSG ആ വിജയം അരക്കിട്ടുറപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരുള്ളത്. എന്തായാലും രണ്ടാം പാദ മത്സരം ഏപ്രിൽ 16, 17 തീയതികളിലായിട്ട് നടക്കും. സെമി ഫൈനൽ മത്സരങ്ങൾ നടക്കുന്നത് ഏപ്രിൽ 29, മെയ് 6 തീയതികളിലാണ്. അപ്പോൾ ആരൊക്കെ സെമിയിലേക്ക് ആരൊക്കെ ഫൈനലിലേക്ക് അതൊക്കെ ഇനിയും കണ്ടറിയണം. അപ്പോൾ നിലവിലെ പ്രകടനം വെച്ച് കൂടുതൽ കിരീട സാധ്യത ആർക്കാണ്? ഇപ്പോൾ 8 ടീമുകൾ ബാക്കിയുള്ളൂ. ഏറ്റവും കുറഞ്ഞ കിരീട സാധ്യതയുള്ള ടീമാണ് നമ്മുടെ പവർ റാങ്കിൽ ഏറ്റവും അവസാനം നിൽക്കുക. നിലവിൽ നമ്മൾ കാണുന്ന ഏറ്റവും കുറഞ്ഞ കിരീട സാധ്യതയുള്ള ടീം പവർ റാങ്കിൽ 8ാം സ്ഥാനത്ത് ആസ്റ്റൺ വില്ലയാണ്. ആസ്റ്റൺ വില്ല PSG-ക്കെതിരെ 3-1 തോറ്റത്. രണ്ടാം പാദത്തിൽ വില്ല പാർക്കിൽ തിരികെ വരുമെന്ന് എമിലിയാനോ മാർട്ടീനസ് ഒക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അതിനുള്ള സാധ്യത തുലവും വിരളമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് PSG ഇപ്പോൾ അമ്മാതിരി ഫോമിലാണ് നിൽക്കുന്നതും. അങ്ങനെ ആ ഒരു ഘട്ടത്തിൽ നമുക്കവർ മുന്നോട്ട് പോകും എന്ന് പ്രതീക്ഷിക്ക വയ്യ എന്നുള്ളതാണൊരു യാഥാർത്ഥ്യം. അപ്പം ആസ്റ്റൺ വില്ലയെ നമ്മൾ 8ാം സ്ഥാനത്ത് കൊടുക്കുന്നു. ഇനി അതല്ല PSG മറികടന്ന ആസ്റ്റൺ വില്ല സെമിയിലേക്ക് എത്തുകയാണ് ഏതൊരു സാഹചര്യം ഉണ്ടായപ്പോലും സെമിയിൽ ആഴ്സണലോ അല്ലെങ്കിൽ റയൽ മാഡ്രിഡോ ഒക്കെ ആയിരിക്കും അവരുടെ എതിരാളികളായിട്ട് വരാൻ പോകുന്നത്. 7ാം സ്ഥാനത്ത് നമ്മൾ ബൊറൂസിയ ഡോർട്ട്മുണ്ടിനെ കാണുന്നു. ഏകപക്ഷീയമായ 4 ഗോളുകൾക്ക് ബാഴ്സലോണയോട് തോറ്റ അവരിനി രണ്ടാം പാദത്തിൽ മടങ്ങി വന്ന് UCL മുന്നോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് തന്നെയാണ് നമ്മുടെ വിലയിരുത്തൽ. അതിൻ്റെ ഭാഗമായിട്ടാണ് അവർക്ക് പവർ റാങ്കിൽ 7ാം സ്ഥാനം കൊടുക്കുന്നത്. ഡോർട്ട്മുണ്ട് വേഴ്സസ് ബാഴ്സലോണ മത്സരം ആര് വിജയിക്കുന്നോ അവർ ഇന്റർ മിലാൻ വേഴ്സസ് ബയൺ മ്യൂണിക്ക് മത്സരത്തിലെ വിജയികളോടാണ് സെമി ഫൈനലിൽ ഏറ്റുമുട്ടാനുള്ളത് എന്ന കാര്യവും ഓർക്കുക. നമ്മുടെ പവർ റാങ്കിൽ 6ാമത് റയൽ മാഡ്രിഡാണ്. റയലിന് കൊടുത്ത സ്ഥാനം ഏറെ കുറഞ്ഞു പോയി എന്നൊക്കെ സ്വാഭാവികമായിട്ടും ആരാധകർക്ക് അഭിപ്രായമുണ്ടാകും. പക്ഷേ നമ്മൾ വൈകാരികത മാറ്റിവെച്ച് ഇൻ റിയാലിറ്റി ചിന്തിച്ചാൽ 3 ഗോളുകൾ മടക്കി അടിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പിന്നെ സാന്റിയാഗോ ബെർണാബൂവിലാണ് പലപ്പോഴും ഇത്തരം മാജിക്കുകളൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ളത് റയലിൻ്റെ താരങ്ങൾ തന്നെ ആഴ്സണലിനോട് തോറ്റതിന് ശേഷം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഒരു പ്രതീക്ഷ ഒരു ഭാഗത്ത് ബാക്കിയുള്ളത്. എന്നാൽ പോലും കാര്യങ്ങൾ കടുകട്ടിയായിരിക്കും എന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളവർക്ക് 6ാം സ്ഥാനം കൊടുക്കുന്നത്. അതേസമയം 5ാം സ്ഥാനത്ത് ബയൺ മ്യൂണിക്ക്. ആദ്യ പാദത്തിൽ 2-1 തോറ്റ ബയൺ മ്യൂണിക്കിന് രണ്ടാം പാദത്തിൽ തിരികെ വരാനൊക്കെ കഴിയും. കാരണം 2-1 ഉള്ളൂ. പക്ഷേ അത് ഇന്റർ മിലാൻ്റെ മൈതാനത്ത് മിലാനിൽ പോയി ജയിച്ച് കയറുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് നമ്മളവർക്ക് 6ാം സ്ഥാനം കൊടുക്കുന്നത്. മുന്നോട്ടുള്ള പോക്ക് ദുഷ്കരമാണ്. 4ാമതാണ് നമ്മൾ ഇന്റർ മിലാനെ കൊടുക്കുന്നത്. ഇന്റർ മികച്ച ഫോമിലാണ്, മികച്ച പ്രകടനമാണ് നടത്തുന്നത്. ലൗട്ടറോ മാർട്ടിനസൊക്കെ മിന്നും ഫോമിലാണ്. ഇത്തവണ കിരീട സാധ്യത പലരും അവർക്ക് കാണുന്നുണ്ട്. നമ്മളവർക്ക് 4ാം സ്ഥാനം കൊടുക്കുന്നു. 3ാമതാണ് ആഴ്സണൽ ഉള്ളത് നമ്മുടെ പവർ റാങ്കിങ്ങിൽ. ആഴ്സണലിൽ തകർപ്പൻ വിജയമാണല്ലോ റയലിന് മേൽ നേടിയിരിക്കുന്നത്. അതവർ തുടരും രണ്ടാം പാദത്തിലും എന്ന് തന്നെ കരുതാം. അല്ലെങ്കിൽ ഒരു സമനില പിടിച്ചാൽ പോലും അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും. തോറ്റാൽ തന്നെ ഈ 3 ഗോൾ മാർജിൻ നഷ്ടപ്പെടുത്താതെ തോൽക്കുകയാണെങ്കിൽ അപ്പോഴും അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ അവർക്ക് നല്ല സാധ്യതയുണ്ട് എന്ന് തന്നെ അർത്ഥം. പക്ഷെ അത് കഴിഞ്ഞ് അവർ മുന്നോട്ട് പോയാൽ PSG ഓർ ആസ്റ്റൺ വില്ല ആ കളിയിലെ വിജയികളോടായിരിക്കും സെമിയിൽ ഏറ്റുമുട്ടേണ്ടത്. മിക്കവാറും PSG വരാനുള്ള സാധ്യത തന്നെയാണ്. അവിടെ കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും എന്നത് ഉറപ്പാണ്. 2ാം സ്ഥാനത്ത് ഇത്തവണത്തെ നമ്മുടെ പവർ റാങ്കിൽ ഏറ്റവും അധികം കിരീട സാധ്യതയുള്ള 2ാമത്തെ ടീമായിട്ട് നമ്മൾ അവതരിപ്പിക്കുന്നത് PSG-യാണ്. PSG എന്തൊരു ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം ഓർക്കുക. സോ PSG മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ യൂറോപ്പിലുള്ള ഏറ്റവും മികച്ച ടീമുകളിലൊന്ന് അത് PSG തന്നെയാണ്. ആസ്റ്റൺ വില്ലയെ അവർ മറികടന്നാൽ സെമിയിൽ റയലോ ആഴ്സണലോ വരാനാണ് സാധ്യത. നിലവിലെ ഫോമിൽ അവർക്ക് ആരെയും വെല്ലുവിളിക്കാൻ കഴിയും എന്നതാണ് യാഥാർത്ഥ്യം. 1ാമത്
ഇത്തവണ നമ്മുടെ പവർ റാങ്കിങ്ങിൽ ഏറ്റവും അധികം കിരീട സാധ്യത യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ കണക്കാക്കിയിരിക്കുന്നത് FC ബാഴ്സലോണക്കാണ്. സ്വപ്ന സമാനമായ കുതിപ്പല്ലേ ഹൻസി ഫ്ലിക്കിൻ്റെ കീഴിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന 4-0 ബൊറൂസിയ ഡോട്ട്മുണ്ടിനെ തോൽപ്പിച്ച അവർക്ക് സെമി ഫൈനൽ എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായ മട്ടാണ്. സെമിയിലേക്ക് അവരെ എതിരാളികളായിട്ട് ഒരുപക്ഷെ ഇൻ്റർ മിലാനോ ബയൺ മ്യൂണിക്കോ ആണ് വരാൻ സാധ്യത. ചെറുപ്പത്തിൻ്റെ തിളപ്പിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ബാഴ്സലോണക്ക് ഈ രണ്ട് ടീമുകളെയും മറികടക്കുക എന്നുള്ളത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കില്ല. നമുക്കറിയാം ലീഗ് ഫേസിൽ എങ്ങനെയാണ് ബാഴ്സലോണ ബയൺ മ്യൂണിക്കിനെ തകർത്തത്. അതെല്ലാം കൂടി നോക്കുമ്പോൾ ബാഴ്സയ്ക്ക് ഇത്തവണ മുന്നോട്ട് പോകാൻ സെമിയും കടന്ന് ഫൈനലിലേക്ക് പോകാനോ അവിടെ കിരീടം ചൂടാനുമുള്ള ഏറ്റവും നല്ല സാധ്യത നമ്മൾ കാണുന്നു. അതുകൊണ്ട് തന്നെ പവർ റാങ്കിൽ 1-ാം സ്ഥാനത്ത് FC ബാഴ്സലോണ. വളരെ പെട്ടെന്ന് പവർ റാങ്കിങ് എന്ന് പറയാം. 1 FC ബാഴ്സലോണ, 2 PSG, 3 ആഴ്സണൽ, 4 ഇൻ്റർ മിലാൻ, 5 ബയൺ മ്യൂണിക്ക്, 6 റയൽ മാഡ്രിഡ്, 7 ബൊറൂസിയ ഡോട്ട്മുണ്ട്, 8 ആസ്റ്റൺ വില്ല. നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും, കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.